പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ജമാഅത്ത് ഇസ്ലാമി അനുകൂല പ്രസ്താവനയിൽ UDF-ൽ അസ്വാസ്ഥ്യം പടരുന്നുവെന്ന് സൂചന. പ്രസ്താവനയിൽ ഇതര മതസംഘടനകൾ എതിർപ്പറിയിച്ചതും തിരിച്ചടിയാകുമോ എന്ന് ചിലർ ആശങ്ക. സ്ഥിതിഗതികൾ വിലയിരുത്താൻ വൈകുന്നേരം അവലോകന യോഗം ഇന്ന് ചേരുന്നുണ്ട് നിലമ്പൂരിൽ. ആർ ശ്രീജിത്ത് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ LDF ഇതിനെ വലിയ രാഷ്ട്രീയമായി ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ എന്നവണ്ണം നടത്തിയ ഒരു പ്രസ്താവനയാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് വി ഡി സതീശനിൽ ഉണ്ടായത്. ഈ പ്രസ്താവന തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് UDF-ലും കോൺഗ്രസ് നേതാക്കൾക്കിടയിലും നിറയുന്നത്. ഇതിലാണ് ഇപ്പോൾ UDF-നകത്ത് ഒരു അസ്വസ്ഥത രൂപപ്പെട്ടിരിക്കുന്നത്. പല ലീഗ് നേതാക്കൾക്കും ഒപ്പം തന്നെ കോൺഗ്രസിലെ പല നേതാക്കൾക്കും വി ഡി സതീശന്റെ ഈ പ്രസ്താവനയിൽ അതൃപ്തിയുണ്ട്. കാരണം ഈ സമസ്ത വിഭാഗവും AP സുന്നികളും ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന ആശങ്കയാണ് ഈ അതൃപ്തിക്ക് കാരണം. വി ഡി സതീശന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രതികരണം വരാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായം പല നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയാണ് മുന്നണിക്കകത്തുള്ളത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്താനായി ഇന്ന് വൈകുന്നേരം നിലമ്പൂർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിലാണ് ഈ അവലോകന യോഗം. ഇതിന് സമാന്തരമായി തന്നെ മതസംഘടനകളെ അനുനയിപ്പിക്കാനും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുമുള്ള ഇടപെടൽ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. AP സുന്നികൾക്ക് മാത്രമാണ് നേരിയ തോതിൽ ഇക്കാര്യത്തിൽ അതൃപ്തിയുള്ളത്. ബാക്കി മതസംഘടനകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വി ഡി സതീശൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം.